നമ്മുടെ സൂം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ ലീഡേഴ്സ്, ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ ഈ സൂം പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബെന്നി തോമസ് എന്നാണ്. കോട്ടയം കേന്ദ്രീകരിച്ച് ഞാൻ ഈ ബയോട്ടോറിയം എന്ന പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോട്ടയം ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ പ്രഭാതത്തിലെ സൂമിൽ നമുക്ക് വേണ്ടി ഇന്നൊരു സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് ബേസിക് സയൻസ് ഓഫ് ഹ്യൂമൻ സെൽസ് ആൻഡ് ബയോമാഗ്നറ്റിസം അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സൂം സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ ബയോട്ടോറിയം എന്ന മഹത്തായ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ സെൽസുകളുടെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എഫക്ട് ചെയ്യുന്നത് ഏത് നിലയിലാണ് എന്ന് നമ്മൾ വളരെ ഭംഗിയായി പഠിച്ചിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും പ്രാപ്തിയുള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ് ഇന്ന് നമ്മുടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് കോട്ടയം ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മാഡമാണ്. മാഡത്തിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. മഞ്ജു നിള എന്നാണ് മാഡത്തിന്റെ പേര്. മാഡം പന്തളമാണ് മാഡത്തിന്റെ സ്വദേശം. അതുപോലെ തന്നെ മാഡം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ മേഖലയിലായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. കാരണം നേഴ്സിംഗ് ഫീൽഡിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മളുടെ ഈ പ്രൊഡക്റ്റും പ്രൊജക്റ്റും മനസ്സിലാക്കി ഇതിന്റെ റിസൾട്ട് ഒക്കെ അദ്ദേഹത്തിന് കിട്ടുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഈ പ്രൊജക്ട് നെഞ്ചോട് ഏറ്റെടുത്തുകൊണ്ട് കോട്ടയത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ പല മേഖലകളിലുമെല്ലാം തന്നെ ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളും അനുബന്ധ പ്രൊഡക്റ്റുകളും എല്ലാം ജനങ്ങളിൽ എത്തിക്കുവാനായി നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. മാത്രമല്ല, തന്റെ സ്വദേശത്ത് ഒരു ഹെൽത്ത് അവയർനെസ് ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് തന്നെ ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ എന്ന നമ്മുടെ കമ്പനിയുടെ മിഷൻ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം നല്ല മാതൃകാപരമായി തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ജു നിള മാഡത്തിനെ ഇന്നത്തെ ഈ സെഷൻ, മോർണിംഗ് സെഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നമ്മുടെ സൂമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് മഞ്ജു മാഡം. Thank you, Benny sir. Good morning, all great leaders of ഈ ബയോട്ടോറിയം. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നത് ഈ ഒരു നിമിഷം എനിക്ക് ഒരു അനുഗ്രഹമായി തന്ന ഈശ്വരനോടും പിന്നെ ഇതിന് നിമിത്തമായ ഈ ബയോട്ടോറിയം നമ്മുടെ സാഗർ ജോഷി സാറിനോടും ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ അപ്ലൈനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഇപ്പം ബെന്നി സാറ് പറഞ്ഞതിന്റെ കൂട്ട് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഡെമോ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഫോക്കസ് ചെയ്ത് പറയുന്നതാണ് നമ്മുടെ സെല്ലിനെ കുറിച്ച്, അല്ലേ? അപ്പം നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം. ഈ ഒരു പ്രോഡക്റ്റിലൂടെ സെല്ലിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാം, അതിലൂടെ സെൽസിനെ എനർജറ്റിക് ആക്കി, ഹെൽത്തി ആക്കി, അതുവഴി ഓർഗൻസിനെ ഹെൽത്തി ആക്കി, സിസ്റ്റം ഹെൽത്തി ആക്കി, നമ്മുടെ ബോഡി, ഓൾ ഓവർ ബോഡി ഹെൽത്തി ആക്കി നിർത്തുന്നു. ഇത് നമുക്ക് ഇപ്പം ഇതിനകത്ത് വന്ന ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ബൈ ഹാർട്ട് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? എന്നുവെച്ചാൽ അത്രയ്ക്ക് നമ്മൾ അതിനകത്തോട്ട് വിശ്വാസം കൊടുത്തു കഴിഞ്ഞു. നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവമാണ് നമുക്ക് ആ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന സെല്ലെന്ന് പറഞ്ഞാല് ജീവന്റെ
ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് അല്ലെ? ഈ സെല്ലിൽ നിന്നാണ് നമ്മൾ മനുഷ്യ ശരീരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഭ്രൂണമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഭ്രൂണമാകുമ്പോഴാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് നമ്മളെന്ന ഒരു വ്യക്തിത്വത്തിലോട്ട് എത്തിക്കാൻ പരുവത്തിനുള്ള ഒരു ആളാക്കി മാറ്റുന്നത് ഈ ഒരൊറ്റ സെല്ലാണ്. അത് നമ്മൾ പറയും സൈഗോട്ട് എന്ന് പറയും അല്ലെ? അച്ഛന്റെയും അമ്മയുടെയും പപ്പാതി ചേർന്നിട്ട് നമ്മളൊരു സൈഗോട്ട് ഒരൊറ്റ സെല്ലായിട്ട് ആദ്യമേ ആയിക്കഴിഞ്ഞ് പിന്നാണ് നമ്മൾ അവിടുന്ന് നമ്മുടെ ജീവിതയാത്ര തുടങ്ങുന്നത് അല്ലെ? അപ്പം ഈ സെല്ലെന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുൾ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ആണ് എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ, അവരെ കൺവിൻസ് ചെയ്യാൻ അല്ലേ? അപ്പൊ നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം. സെൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബേസിക് സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ജീവിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും സ്ട്രക്ചറലായും ഫങ്ഷണലായും ബയോളജിക്കലുമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സെല്ല്. ഇതിന് വേറൊരു നിക്നെയിം ഉണ്ട്. സെൽ എന്ന് പറഞ്ഞാല് ലിറ്റിൽ റൂം എന്നാണ് പറയപ്പെടുന്നത് അല്ലെ? അതായത് ചെറിയ ഒരു റൂം, പക്ഷെ ആറ്റത്തിനേക്കാളും പവർഫുൾ ആയിട്ട് ഉള്ള ഒരു ചെറിയ റൂം. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പരീക്ഷണങ്ങളും പഠിത്തങ്ങളും ഒക്കെ നടത്തിയ ഒരു 16-ാം നൂറ്റാണ്ടിലാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് കിട്ടുന്നത്. അതായത് ഡോക്ടർ റോബർട്ട് ഹുക്കും അതുമല്ല ലീവൻ ഹോക്ക് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ് ഇത് 16-ാം നൂറ്റാണ്ടില് നമ്മുടെ സെല്ലിനെ കുറിച്ച് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ടൊക്കെ ഒരു രൂപരേഖ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെല്ല്. ഈ കുഞ്ഞിനെ പറ്റി നമുക്ക് എന്തൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഈ ഒരു സെല്ലിനകത്ത് നമ്മളിപ്പോ ഇപ്പൊ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ കാണുന്നത് കണക്ക് പല ഘടകങ്ങളുണ്ട് അല്ലെ? ഒരു വീടാണെങ്കിലും അത് വീടാവണമെങ്കിൽ അവിടെ ഒത്തിരി പേര് ഒന്നിച്ച് പ്രയത്നിച്ചാലേ നടക്കത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ആണ്. സമൂഹത്തിലാവട്ടെ എല്ലാം സെയിം ആണ്. അപ്പൊ അതുപോലെ നമ്മുടെ സെൽസിനകത്തും കുറെ അതിഥികളുണ്ട്. അവർക്കെല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അവരുടെ സെല്ലിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് നമ്മള് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഇത്തിരി കുഞ്ഞിനെയാണ്. ഇത് സെൻട്രൽ പോർഷനായിട്ട് വരുന്ന ഒരു സെൽ കണ്ടന്റ് ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഇറ്റ് നോട്ട് കൺട്രോൾ സെന്റർ ഓർ ബ്രെയിൻ ഓഫ് ദി സെൽ എന്ന് പറയും. അതായത് ഒരു ബ്രെയിനിന്റെ മാസ്റ്റർ ആണ്, ഒരു സെല്ലിന്റെ മാസ്റ്റർ ആണ് ഈ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയായി തീരണം, എന്തെല്ലാം നമ്മൾ ചെയ്യണം, നമുക്ക് എന്തൊക്കെ പ്രത്യേകതകൾ വേണം, നമ്മളുടെ പൂർവികരിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നമ്മളിലേക്ക് പകരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ന്യൂക്ലിയസ്. അപ്പൊ ഈ ന്യൂക്ലിയസിനകത്ത് ഇനി 1-2 പേരൂടെ ഉണ്ട്. അതിനകത്ത് ഒരു 2-3 പേര് വരുന്നുണ്ട്. അവരാരൊക്കെയാണ്? ഒന്ന് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. പിന്നെ അതുപോലെ തന്നെ ക്രോമോസോം, ജീന്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു DNA അതിനകത്ത് വന്ന ക്രോമോസോം എന്ന് പറഞ്ഞാല് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഒരു ഗോവേണി ഇങ്ങനെ വളഞ്ഞു ചുറ്റി പോകുക ആ രീതിയിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ക്രോമോസോം. ഈ ക്രോമോസോം എന്ന് പറഞ്ഞാല് 23 പെയർ, അതായത് 46 എന്ന് പറയുമ്പം പേരൻസ്, മദറിൽ നിന്ന് 23, ഫാദറിൽ നിന്ന് 23, അങ്ങനെ അവർ രണ്ടും കൂടെ സിങ്ക് ആയിട്ട് ഒരു 23 പെയർ ആയിട്ടാണ് ഈ ഒരു ക്രോമോസോം കാണുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് ജീൻ എന്ന് പറയുന്നത്. ഈ ജീന്
നമ്മൾ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പോയാൽ അതൊത്തിരി പറഞ്ഞു പോയാൽ ഇതൊരു കടല് പോലെയാണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിസത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റിയ രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അല്ലെ. ഓക്കെ, അപ്പം ജീനുണ്ട്. ഈ ജീനാണ് തലമുറകളായിട്ടുള്ള നമുക്ക് നല്ലതും ചീത്തയും ആയിട്ടുള്ള കുറെ കാര്യങ്ങള് നമ്മളിലൂടെ കടന്നു പോകാൻ അതായത് സഹായിക്കുന്ന ഒരു ചെറിയ ഒരു ഘടകമാണ് ജീന്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ DNA ഒരു RNA എന്ന് പറയുന്ന റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതാണ് DNA നിർദ്ദേശപ്രകാരം ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എൻസൈമും ഹോർമോണും അങ്ങനെ പല കാര്യങ്ങളായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി ന്യൂക്ലിയസ് എന്താണ്, DNA എന്താണ്, ക്രോമോസോം എന്താണ്, ജീൻ എന്താണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് DNA ആണ് നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ ആരായി തീരണം, നമ്മളുടെ ജനറ്റിക് ഘടനകളെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് ആരുണ്ടാക്കുന്നു? DNA നിർദ്ദേശപ്രകാരം RNA എന്ന് പറയുന്ന ഒരു ഘടകം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് വർക്ക് ഓഫ് സെൽസ്, വർക്കേഴ്സ് എന്നാണ് അറിയുന്നത്. സെൽസിന്റെ വർക്കേഴ്സ് എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇതൊരു മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്തോന്ന് വെച്ചാല് സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ്, അതായത് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എൻസൈംസ് ആണ് എപ്പോഴും നമ്മളുടെ ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസ്, അതായത് നമ്മളുടെ ശരീരത്തിലെ മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നടക്കുന്ന നമ്മുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് എപ്പോഴും നിർത്തണമെങ്കിൽ നമുക്ക് എൻസൈം എന്ന് പറയുന്ന ഒരു ഘടകം വേണം. അപ്പൊ അതിനെ ഉണ്ടാക്കുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. അതുപോലെ പ്രൊവൈഡ് സപ്പോർട്ട്, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു സപ്പോർട്ട്, കൊളാജൻ എന്ന് പറയുന്ന ഒരു ഘടകം, ആ ഒരു ഫാക്ടർ മുഖേന നമ്മുടെ ശരീരം, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പോസ്ചർ, നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ ഇല്ല, സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഈ ഒരു കൊളാജിനെ നമുക്ക് സപ്പോർട്ട് തരുന്ന കൊളാജിനെ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ പ്രോട്ടീൻ ആണ്. അതുപോലെ റെഗുലേറ്റ് പ്രോസസ്, നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കണം അല്ലെ. നിയന്ത്രണം ഇല്ലാതെ പോയി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റവും അവതാളത്തിലാകും. അപ്പൊ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഇനി ഒരു കൂട്ടരുണ്ട്. അതാരാണ്? ഹോർമോണുകൾ. അവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. ഒരു കണക്കിന് നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു സിസ്റ്റം, അതിന്റെ അത്രയും മിറക്കിളായിട്ട് ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കോ? മനുഷ്യനിർമ്മിതമായ പല മിറക്കിൾസും ഉണ്ട്, പക്ഷെ ഒരിക്കലും ശരീരത്തിന് തുല്യമായിട്ടുള്ള ഒരു അത്ഭുതം ഈ പ്രപഞ്ചത്തില് വേറെ എവിടെയില്ല. അപ്പൊ അതിനെ, ആ ഒരു അത്ഭുതത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് ഹോർമോൺസ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അതായത് വെളിയിൽ നിന്ന് വരുന്ന രോഗാണുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, എൻവയോൺമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ, എക്സസീവായിട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് കുറച്ച് പടയാളികൾ വേണം അല്ലെ. അതിനോട് ഫൈറ്റ് ചെയ്യാൻ പരുവത്തിനുള്ള പടയാളികൾ. അപ്പൊ അവരെ ആ ഒരു പാത്തോജൻസിനെ അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് ഹാംഫുൾ ആയേക്കാവുന്നതിനെല്ലാം ഡിഫെൻസ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ആന്റിബോഡീസ്, ഇതും പ്രോട്ടീൻ ആണ് ഇതിന്റെ ആ ഒരു പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകമാണ് RNA. ആ RNAക്ക് നിർദ്ദേശം കൊടുക്കുന്നതോ നമ്മുടെ ന്യൂക്ലിയസിനകത്തെ DNA ആണ്, അതായത് ക്രോമോസോമിലെ ജീനുകളാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ
ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാം. ഇനിയും കുറെ ആൾക്കാരുണ്ടല്ലേ അതിനകത്ത്. ഒരു സെൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് മാത്രമായിട്ട് അതിനൊന്നും ചെയ്യാനൊക്കത്തില്ല. ന്യൂക്ലിയസ് ആ ഒരു സെൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രാജാവാണെങ്കിൽ ആ രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാനും സ്ട്രെങ്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ കുറെ ആൾക്കാര് ചുറ്റുമുണ്ടല്ലേ. അപ്പൊ അടുത്ത ഒരാളെന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ജെല്ലിലേക്ക് വാട്ടറി ഫ്ലൂയിഡ്സ് ആണ്. അതായത് ജെല്ല് പോലുള്ള ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇത് കാണുന്നത് ഇൻ ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിന് സറൗണ്ടിങ് ചെയ്ത് സെൽ മെംബ്രെയിനകത്ത് കിടക്കുന്ന ഒരു ഘടകമാണ് സൈറ്റോപ്ലാസം. ഇത് വിച്ച് ഇന്റേണൽ ഓർഗനൈസ് ഫ്ലോട്ട് ഇതിലാണ് ഇതിനകത്താണ് ആ ഒരു സെല്ലിനകത്തെ മറ്റ് ഘടകങ്ങളെല്ലാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഈ ഒരു സൈറ്റോപ്ലാസത്തിനകത്താണ്. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു സെല്ലിനകത്ത് മുഴുവനും ആവശ്യമായിട്ടുള്ള ഫുഡും ഓക്സിജനും ഒക്കെ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഈ ഒരു മീഡിയത്തിലൂടെയാണ് ഇത് എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആയിട്ട് അബ്സോർവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരാളെ പരിചയപ്പെടാം. മൈറ്റോകോൺട്രിയ അല്ലെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാല് ഇതൊരു ഓവൽ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. നമുക്ക് സെല്ലിന്റെ ഘടന ഇതാക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഒരു ബീൻ ഷേപ്പില് കിടക്കുന്ന ഒരു ഫാക്ടർ ആണ്. Produce energy for the cell by breaking down food particles to release the stored energy during oxidative metabolism. നമ്മളെപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ മെറ്റാബോളിസത്തെ എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ സെല്ലിനും ഒരു മെറ്റാബോളിസം ഉണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെത്തുന്ന ഘടകങ്ങളെ ബ്രേക്ക് ചെയ്ത് ആ ഒരു എനർജി സെല്ലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. സോ ഇതിനെ നമ്മൾ വേറൊരു പേരിലൂടെ പറയും. എന്താണ്? ദി പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്ന് വെച്ചാല് സെല്ലിന് വേണ്ട എനർജി അത് ഉണ്ടാക്കുകയും അത് മറ്റുള്ള ഇതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നോണ്ടാണ് നമുക്ക് മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് എന്നും വിളിക്കുന്നു. ഇനി അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിന്റെയൊക്കെ കറക്റ്റ് മലയാളം എനിക്ക് അത്രയും അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മളെപ്പോഴായിരുന്നാലും ഇതിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മലയാളത്തിൽ നമുക്ക് ഇതിനെ എങ്ങും പറയാൻ ഒക്കത്തില്ല. മനസ്സിലാക്കാമെന്നേ ഉള്ളൂ, ഒരിടത്തും നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ ഒക്കത്തില്ല. സോ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഈസ് നോൺ ആസ് സെൽസ് ട്രാൻസ്പോർട്ട് ഹബ്ബ്. ഇതിനെ അറിയപ്പെടുന്നത് ട്രാൻസ്പോർട്ട് ഹബ്ബ് എന്നാണ്. എന്തുകൊണ്ടെന്നാല് ഇതൊരു നെറ്റ്വർക്ക്, ഒരു മെംബ്രെയിന്റെ നെറ്റ്വർക്ക് ആണ്. വിച്ച് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ആർ മെയ്ഡ്, ഫോൾഡഡ് ആൻഡ് ഷിപ്പ്. ഇതിനകത്താണ് ഈ പ്രോട്ടീൻസിന്റെയും ലിപ്പിഡ്സിന്റെയും ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നതും അതിനെ ഫോൾഡ് ചെയ്യുന്നതും അതിനെ ഷിപ്പ് ചെയ്യുന്നതും ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കിളാണ്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്പോർട്ട് ഹബ്ബ് എന്നുള്ള നിക്നെയിമിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി ഇവര് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും അല്ലെ. ഒരാള് റഫ് ആണെങ്കിൽ ഒരാള് സ്മൂത്ത് ആണ്. അപ്പൊ റഫായിട്ടുള്ള ആൾ എന്താണ് ചെയ്യുന്നത്? ഈ സ്റ്റഡി ചെയ്യാണ് ഈ റൈബോസോംസിനെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ അവിടെ റൈബോസോംസ് ഇല്ല, വെറും ലിപ്പിഡ്സ് ഉണ്ടാക്കിയിട്ട് ഡീടോക്സിഫൈസ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഇത്രയും പറയുന്നതെന്ന് പറഞ്ഞാല് ലാസ്റ്റ് നമ്മളുടെ മാഗ്നറ്റിസം അത് എങ്ങനെയൊക്കെ എഫക്റ്റ് ആവുമെന്ന് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാം, വേറെ എങ്ങും റെഫർ ചെയ്യണ്ട, നമുക്ക് തന്നെ മനസ്സിലാക്കാം നമ്മുടെ മാഗ്നറ്റിസം എങ്ങനെയാണ് ഇതിനകത്തൊക്കെ പ്രാവർത്തികമാകുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഈ പ്രോട്ടീൻസ് ആർ മെയ്ഡ്, പാക്ക് ആൻഡ് ഷിപ്ഡ് ഔട്ട്. ഈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുകയും പാക്ക് ചെയ്യുകയും എന്നിട്ട് വെളിയിലേക്ക് ഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു ഫങ്ഷൻ.
അതുപോലെ തന്നെ ലിപ്പിഡ്സ് ആർ സിന്തസൈസ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. അതായത് നമ്മുടെ ഈ ലിപ്പിഡ്സിനെ, അത് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, സംശ്ലേഷണം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് ക്രിയേറ്റിംഗ് എ കോമ്പൗണ്ട് ഫ്രം സിംപ്ലർ സബ്സ്റ്റൻസ്. അതായത് ചെറിയ ഒരു പാർട്ടിൽ നിന്നും വലിയൊരു ആ പ്രോട്ടീനെ ഉണ്ടാക്കിയെടുക്കുന്ന, മലയാളത്തില് സംശ്ലേഷണം എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രോസസ്സും കൂടെ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനകത്ത് നടക്കുന്നു. ലിപ്പിഡ്സ് മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തെ സെല്ലിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലെ. അപ്പം അത് കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാല് റൈബോസോംസ്, അടുത്ത ഒരു ഘടകമാണ്. ഇത് സെൽസിന്റെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയും. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇത് തീരെ ചെറിയ ടൈനി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ ഒരു പ്രൊഡക്ഷനിലേക്കാണ്. സൈറ്റോപ്ലാസം അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്താണ് റൈബോസോമിന്റെ നിർദ്ദേശപ്രകാരം പ്രോട്ടീൻസിനെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പലയിടത്തും കേട്ടു പ്രോട്ടീൻ പ്രൊഡക്ഷൻ എന്നൊക്കെ കേട്ടു. ഇതെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ മെയിൻ ഘടകത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ പുറത്തേക്ക് ആവശ്യാനുസരണം വിടുന്നതും അപ്പൊ സെല്ലിന് ആവശ്യമില്ലാത്തതിനെ ശേഖരിച്ചു വെക്കുന്നതെല്ലാം ഇതിനകത്ത് ഓരോ ഘടകങ്ങളാണ്. റൈബോസോമും ഒരു ടൈനി സ്ട്രക്ചറാണ്. ടൈനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗ്രാന്യൂള് പോലത്തെ സ്ട്രക്ചറാണ്. ഇതിനകത്താണ് പ്രോട്ടീനിനെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോട്ടീനെ ഇത് വെക്കുന്നത് പറഞ്ഞാല്, അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ അസംബിൾ ചെയ്ത് ഒരു ചെയിൻ, പോളിപെപ്റ്റിക് ചെയിൻ ആക്കി, അതായത് പ്രോട്ടീൻ ആക്കി മാറ്റുന്നതാണ് റൈബോസോം ചെയ്യുന്ന കാര്യം. ഇനി നമുക്കറിയാം, പിന്നെ അടുത്തൊരു ഘടകമാണ് ലൈസോസോം, അതായത് സെൽ റീസൈക്ലിംഗ് സെന്റേഴ്സ്. ഇപ്പൊ നമ്മൾ പഠിച്ചു പവർ ഹൗസ് ഉണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇനി ഇതിനകത്ത് വരുന്ന വേസ്റ്റിനെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യണ്ടായോ? പുറന്തള്ളുകയല്ല ചെയ്യുന്നത്, റീസൈക്കിൾ. അതായത് മാക്സിമം എത്രയൊക്കെ നമുക്ക് അതിനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ നമുക്കറിയാം. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു സാധനം ഉപയോഗിച്ച ശേഷം അതിനെ പിന്നെയും റീസൈക്കിൾ ചെയ്ത് വേറൊരു രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലൈസോസം ശ്രമിക്കുന്നത്. അപ്പൊ ദേ ആർ മെംബ്രെയിൻസ് ബൗണ്ടഡ് സാക്സ്. ഇതൊരു സൈസ് സാക്ക് ആണ്, ഒരു സഞ്ചി പോലത്തെ ഒരു സാധനമാണ്. കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഇതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറഞ്ഞാല് എന്തിനേയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള അല്ലെ. അപ്പം ആ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉൾപ്പെട്ട ഈ ഒരു ലൈസോസം ഈ വേസ്റ്റ് പ്രോഡക്റ്റിനെയും വേസ്റ്റ് ആയിട്ട് വരുന്ന മറ്റു പാത്തോജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ, പിന്നെ വേണ്ടാത്ത പ്രോട്ടീൻസിനെ, അതായത് എക്സസീവ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും എല്ലാത്തിനെയും ഇത് ഡൈജസ്റ്റ് ചെയ്തു റീസൈക്കിൾ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് ആൻഡ് റീസൈക്കിൾ സെല്ലുലാർ വേസ്റ്റ്, പ്രോട്ടീൻസ് ആൻഡ് ഫോറിൻ സബ്സ്റ്റൻസ്. അപ്പം ഇങ്ങനെയുള്ള ഫോറിൻ സബ്സ്റ്റൻസ്, പ്രോട്ടീൻസ്, അൺവാണ്ടഡ് പ്രോട്ടീൻസ്, വേസ്റ്റ് പ്രോഡക്റ്റ് എല്ലാത്തിനെയും റീസൈക്കിൾ ചെയ്ത് സെൽസിന്റെ ബാലൻസ് നിലനിർത്തുന്നത് ലൈസോസോം എന്ന ഘടകമാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാല് വാക്യൂം. ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് സ്റ്റോറേജ് റൂംസ് എന്നാണ് ഈ വാക്യൂൾസിനെ അറിയപ്പെടുന്നത്. ഇതും ഒരു തരത്തിൽ നോക്കിയാൽ മെംബ്രെയിൻ ബൗണ്ടഡ് സാക്സ് ആണ്. ഇത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു വീട്ടില് നമ്മൾ ഉപയോഗിക്കുമ്പം അന്നത്തേക്ക് ആവശ്യമില്ല ഒരു കാര്യം, അത് അരിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ അല്ലേ, അന്നത്തേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞ് ബാക്കി ബാലൻസ് ഉണ്ട്, അതിപ്പോ അന്നത്തേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആ ഒരു ദിവസത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യും? ഒന്നീ ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റുമല്ലേ. അപ്പൊ അതുപോലെ സെല്ലിനകത്തുള്ള ഒരു സ്റ്റോറിംഗ് സിസ്റ്റം ആണ് വാക്യൂൾസ് എന്ന് പറയുന്നത്.
വേണ്ടാത്ത ന്യൂട്രിയൻസിനെയും വേസ്റ്റ് പ്രോഡക്ട്സിനെ എല്ലാത്തിനെയും ഇത് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് ആവശ്യമുള്ള സമയത്തേക്ക് ഇതിനെ റിലീസ് ചെയ്യുക ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റോറിംഗ് സിസ്റ്റമാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. ഇതിനെ പറയുന്നത് സെൽസിന്റെ പാക്കേജിംഗ് ആൻഡ് ഷിപ്പിംഗ് സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ ഈ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പോലെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ്. ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാല് മോഡിഫൈസ് ആൻഡ് പാക്കേജ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഫോർ ട്രാൻസ്പോർട്ട് ഓർ സെക്രീഷൻ. സെല്ലിനെ വെളിയിലേക്ക് സെക്രീറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ആവശ്യമുള്ളത് എത്തിക്കാനായിട്ടാണെങ്കിലും എല്ലാത്തിനെയും പാക്ക് ചെയ്ത് എന്താ പറയുന്നത്, പോസ്റ്റൽ സംവിധാനം പോലെ അയക്കേണ്ടടുത്ത് അയക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഈ ഗോൾഗി കോംപ്ലക്സിനുള്ളത്. അപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പ്രോട്ടീൻസിനെ റിസീവ് ചെയ്യുക. എവിടെ നിന്ന്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പ്രോട്ടീൻസിനെ റിസീവ് ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്ത് പാക്കേജ് ചെയ്യുക, ദെൻ ഷിപ്പ് ടു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അതിനെ മാറ്റുക. ഇതാണ് നമ്മുടെ ഈ ഗോൾഗി ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇനിയുള്ളത് പെറോക്സിസോംസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അതായത് സെൽസ് ഡീടോക്സ് സ്ക്വാഡ്. ഇതിനെ പറയുന്നത് സെൽസിലെ ഡീടോക്സ് സ്ക്വാഡ് എന്നാണ് പറയുന്നത്. സെൽസിൽ അടിഞ്ഞുകൂടുന്ന, സെൽസിന്റെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത കെമിക്കൽസിനെയാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിന് പുറത്തുനിന്ന് ഒരുപാട് ടോക്സിൻസ് നമ്മുടെ സെൽസിനകത്തോട്ട് എൻട്രി ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, പുക, അതുപോലെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളം പൊള്യൂട്ടഡ് ആകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴും അതിനകത്തെ ടോക്സിൻസ് നമ്മുടെ സെൽസിനകത്തായിട്ടാണ്, ഫുഡിനകത്തായിട്ട്. നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ അൾട്രാബെറി അങ്ങനെയുള്ള ജ്യൂസുകളെല്ലാം കൊടുക്കുന്നത് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ കൂടാണ് സെൽസിന്റെ, അല്ലെ. അപ്പം നമ്മുടെ സെൽസിന്റെ അകത്ത് തന്നെ ഒരാളുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് പെറോക്സിസോംസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മുടെ ഹാർംഫുൾ ആയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസിനെയും, സെൽസിന് ഹാർംഫുൾ ആയിട്ടുള്ള അതിനെ ഇതെന്ത് ചെയ്യും? ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. ഇനിയുള്ളത് സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മാനേജർ എന്നാണ് ഈ ഒരു സെക്ഷനെ അറിയുന്നത്. സെൽസിന്റെ അതല്ലെങ്കിൽ ആർക്കിടെക്ട് എന്നും ഇതിനെ നമുക്ക് വിളിക്കാം. ഇതാണെങ്കിലും നേരത്തെ പറഞ്ഞ കണക്ക് ടൈനി, ഏറ്റവും ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ഇത് വേറൊരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ നമ്മുടെ സെൽ ഡിവിഷൻ ടൈമില് ഇതിനകത്ത് സിലിയ, ഫ്ലാജെല്ല, സ്പിൻഡില എന്ന് പറയുന്ന കുറെ ഫൈബേഴ്സ് ഫോം ചെയ്യും. ഈ ഫൈബേഴ്സ് ഫോം ചെയ്തിട്ടാണ് ഇതാണ് സെൽ ഡിവിഷനെ സഹായിക്കുന്നത്. രണ്ടായിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പം DNA പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് സെൽ മെംബ്രെയിൻ, ലാസ്റ്റ് ആണ്. അതായത് ഈ ഒരു ഘടകങ്ങളെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് അകത്ത് ഒതുക്കി നിർത്തുന്ന ഒരു സാധനമാണ് സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയുന്നുണ്ട്. ഇതൊരു സെക്യൂരിറ്റി ഒരു ഗേറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ വാട്ടർ, സാധാരണ വാട്ടറിന്റെ മോളിക്യൂൾസ് നമ്മുടെ സെല്ലിന്റെ വാട്ടർ ചാനലിലൂടെ കയറത്തില്ല. അതിന് 0.3 നാനോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മാഗ്നിഫൈസ് ചെയ്ത ആ വാട്ടറിന്റെ ക്ലസ്റ്റർ കുറവായതുകൊണ്ട് അത് ഇതിനകത്തൂടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ മെംബ്രെയിനകത്താണ് വാട്ടർ ചാനലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പൊ നമ്മുടെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് റെഗുലേറ്റ് ട്രാൻസ്പോർട്ട്, മെയിൻറ്റെയിൻ സെൽ ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ട് സെൽ ഇന്റേണൽ എൻവയോൺമെന്റ്. അതായത് ഉള്ളിലുള്ള എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ആ ഷേപ്പ് നിലനിർത്തുക, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻസിനെ റെഗുലേറ്റ്. എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളും പുറത്തേക്ക് പോകുന്ന, അതായത് ഉള്ളിലേക്ക് ഫുഡും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കുക, അതുപോലെ പുറത്തേക്ക് ഇതിന്റെ വന്ന വേസ്റ്റുകളെല്ലാം പുറന്തള്ളുക. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി സെൽ എന്താണ്, സെല്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സെല്ല് ചെയ്യുന്നത് എന്നെല്ലാം
നമുക്ക് ഏകദേശം ചെറിയ ഒരു രൂപത്തിലെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോ സെല്ല് മനസ്സിലായി. ഇനി സെല്ലിന് കുറച്ച് പ്രോസസ് ഉണ്ട് അല്ലെ? സെല്ലിനകത്തെ കാര്യങ്ങളുടെ ഫംഗ്ഷനെ ഞാൻ പറഞ്ഞോളൂ. ഇനി സെല്ല് കോമൺ ആയിട്ട് ഒരു 3 ഫംഗ്ഷനെ അത് നിർവഹിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതിന്റെ സെല്ലുലാർ എഫക്ട്സ് എന്നാണ്, അല്ലെങ്കിൽ സെല്ലുലാർ പ്രോസസ് എന്ന് പറയും. അതായത് സെൽ പ്രോളിഫറേഷൻ, അപ്പോട്ടോസിസ്, ജീൻ എക്സ്പ്രഷൻ, ഈ 3 കാര്യങ്ങളാണ് കോമൺലി ആയിട്ട് നമ്മുടെ സെല്ല് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കാം, എന്താണ് സെൽ പ്രോളിഫറേഷൻ? അതായത് ഇറ്റ് റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ ടു ക്രിയേറ്റ് മോർ സെൽസ്. നമ്മുടെ സെല്ലിന് ഡിവൈഡ് ചെയ്താലേ അതിന് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മുടെ ഒരു എന്താ പറഞ്ഞ, നമുക്ക് ഒരു കുഞ്ഞിൽ നിന്ന് നമ്മളുടെ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ സെൽസ് ഡിവൈഡ് ചെയ്താണ് നമുക്കൊരു രൂപമാറ്റം വരുന്നതും കാര്യങ്ങളെല്ലാം അല്ലെ? അല്ലെങ്കിൽ പിന്നെ നമ്മള് കുഞ്ഞിലെ അമ്മയുടെ വയറ്റിൽ നിന്ന് അതേ ഫോമിൽ തന്നെ നമ്മളങ്ങ് നിൽക്കും കുഞ്ഞന്മാരായിട്ടല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ചില ഡിസോർഡർ കാരണമാണ്, ഇതിനൊക്കെ വരുന്ന ചില മാൽ ഫങ്ഷൻസ് കാരണമാണ് അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെ? അപ്പൊ നോർമലി നമുക്ക് ഒരു വളർച്ച, അതായത് നമ്മുടെ ഒരു രൂപമാറ്റം, ഇതെല്ലാം നടക്കണമെങ്കിൽ സെൽ പ്രോളിഫറേഷൻ അത്യാവശ്യമാണ്. എന്താന്ന് പറഞ്ഞാല് സെൽ ഡിവൈഡ് ചെയ്ത് വർദ്ധിക്കുന്ന ആ ഒരു പ്രോസസ്, ക്രിയേറ്റിംഗ് മോർ സെൽസ്, അതിനെയാണ് സെൽ പ്രോളിഫറേഷൻ എന്ന് പറയുന്നത്. It is tightly regulated process that occurs in various tissues. 4. അതായത് ഇതൊരു ടൈറ്റ്ലി, അതായത് ഒരു ഇടതടവും ഇല്ലാതെ, ഒരു റെസ്റ്റും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സെല്ല് വിചാരിക്കുകയാണ് ഞാൻ കുറച്ച് ഡിവൈഡ് ചെയ്ത് ഇനി കുറച്ച് സമയം കഴിയട്ടെ, എനിക്ക് ഇനി ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇല്ല. എപ്പോ തൊട്ട് ഒരു സെല്ലിന്ന് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയോ ഇനി നമ്മളുടെ മരണം വരെ ആ ഒരു ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സെൽസ് പ്രോളിഫറേറ്റ് ചെയ്യുന്നത് സെൽസിനെ ടിഷ്യൂസ് ആയിട്ട് മാറണം, ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ട് മാറണം, ഓർഗൻസ് സിസ്റ്റമായിട്ട് മാറണം. അത് തുടങ്ങുന്നത് എംബ്രിയോജെനിസിസ്, ഡ്യൂറിങ് ദ എംബ്രിയോജെനിസിസ് ആൻഡ് ചൈൽഡ്ഹുഡ്. അതായത് ഭ്രൂണാവസ്ഥയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്, അങ്ങനെ ജെറിയാട്രിക്, അങ്ങനെ ഇങ്ങനെ പോണു, മരണം വരെ പോണു. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലേ. നമ്മളങ്ങ് വളരുക. ഈ വളരാൻ കാരണമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യണം എന്ന് ആലോചിച്ച് തുടങ്ങുന്നത് അല്ലെ? ഇപ്പൊ ആരെങ്കിലും കെയർ ചെയ്യാറുണ്ടോ നമ്മുടെ ശരീരം? ഓ, എന്തോ കെയർ ചെയ്യാനാ, അതങ്ങ് വളർന്നോളും, കുറച്ച് വെള്ളം കൊടുക്കണം, ഫുഡ് കൊടുക്കണം, അതങ്ങ് വളർന്നോളും എങ്ങനെയും. പക്ഷേ നമ്മൾ ഇതിനെല്ലാം ഒന്ന് കെയർ ചെയ്താൽ മാത്രമേ ഏതൊരവസ്ഥയിലും, അതായത് ഇനിയൊരു ഓൾഡ് ഏജിൽ പോലും നമുക്ക് നമ്മളായിട്ട് ജീവിക്കണമെങ്കിൽ, അതായത് ഒരാളുടെ സഹായം ഇല്ലാതെ, ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ കെയർ ചെയ്തേ ഒക്കത്തുള്ളൂ. കെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ ഒക്കത്തുള്ളൂ അല്ലെ? അപ്പം നമ്മുടെ ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രോളിഫറേഷൻ എന്ന് പറയുന്ന സാധനം. പിന്നെ ടിഷ്യൂ റിപ്പയർ, അതായത് ടിഷ്യൂസ് ആണേലും സെൽസ് ആണേലും ജനനം മാത്രമല്ലല്ലോ, അതിന് മരണവും ഉണ്ടല്ലേ. അപ്പൊ ഈ ടിഷ്യൂസിന് ഇത് കോശങ്ങൾ ഡെഡ് ആവുന്ന സമയത്ത് അതിനെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡാമേജ്ഡ് സെൽസ്, ഡെഡ് സെൽസിനെയൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിലും ഈ പ്രോളിഫറേഷൻ അത്യാവശ്യമാണ്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് റീപ്ലേസ് ഓൾഡ് സെൽസ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഗട്ടില്, അതായത് ഇൻഡസ്റ്റൈനില് കുറച്ച് സെൽസ് ഉണ്ട്. അതാണ് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ ദഹനത്തെ, ഡൈജസ്റ്റീവ് ആ ഒരു പ്രോസസ്സിനെ ശരിയായിട്ട് കൊണ്ടു നടക്കാനാണ്. അപ്പം അതിന്റെ ഒരു കഴിവെന്ന് പറഞ്ഞാല് ഈവൻ ഈ ഒരു ഫ്ലൂയിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്തോട്ട് നമ്മൾ ഒരു ബ്ലേഡ് ഒന്ന് എടുത്തിട്ട് നോക്കിയേ, അത് ദ്രവിച്ചു പോകുന്നത് കാണാം അല്ലെ? അപ്പൊ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സെൽസിനെ അത് നശിപ്പിക്കുന്നില്ല? ആലോചിച്ചിട്ടുണ്ടോ? അവിടെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ ഒരു ഗട്ട് ലൈനിങ് സെൽസ് ഉണ്ട്.
അപ്പൊ ഈ സെൽസ് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു ഇന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ ഇത് ഡിസപ്പിയർഡ് ആയിട്ട് പുതിയത് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആള് നമ്മുടെ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത് ഒരു പീരീഡിനുള്ളിൽ ഇതിന് പിന്നെയും റീപ്ലേസ് ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ സെൽ പ്രോളിഫറേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ ബ്ലഡ് സെൽസ് 120 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സെല്ലിന്റെ ലൈഫ് ഇത് തീരുന്നുണ്ട്. അപ്പൊ അവിടെ വേറെ ഇത് ജനിക്കണമെന്നുണ്ടെങ്കിലും ഈ പ്രോളിഫറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തില് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരുന്നാലേ ഒക്കത്തുള്ളൂ, അല്ലെ? അപ്പം ഇതിന്റെയൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെല്ലിൽ നടക്കുന്ന സെൽ പ്രോളിഫറേഷൻ. നമുക്ക് മനസ്സിലായല്ലോ, ജനനം അല്ലെങ്കിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതാണ് ഇതിന്റെ ഒരു ചെറിയ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് അപ്പോട്ടോസിസ് എന്ന് പറയും. എന്താണ് ഈ അപ്പോട്ടോസിസ്? ഇതെന്ന് പറഞ്ഞാല് സെൽ ഡെത്ത് എന്ന് നമുക്ക് പറയാം, സെൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയാം. ഇതിന്റെ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബട്ടൺ ആണ് ഇത്. സെൽ ഡെത്തിനെയാണ് സഹായിക്കുന്നത്. എന്ന് വെച്ചാല് ഇത്ര ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഈ ഓൾഡ് സെൽസ് അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് പിന്നെ റീസൈക്കിൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വേണ്ടാത്ത കാര്യത്തെ എക്സ്ക്രീറ്റ് ചെയ്യും, പുറത്തേക്ക് കളയും. അതിനകത്ത് തന്നെ വേണ്ടുന്ന കാര്യങ്ങളെ ശരീരം പിന്നെയും സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ അപ്പോട്ടോസിസ് എന്ന് പറഞ്ഞാല് സെൽ ഡെത്ത് ആണ്. ഇത് എലിമിനേറ്റ് ഡാമേജ് അൺവാണ്ടഡ് ഓർ അൺനെസസറി സെൽസ്. അത് ആ ഒരു പ്രോസസ്സാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഹെൽപ്സ് മെയിൻറ്റെയിൻ ടിഷ്യൂ ഹെൽത്ത്, പ്രിവെന്റ് ക്യാൻസർ, ഷേപ്സ് ഡെവലപ്മെന്റ്. അതായത് റിമൂവ് ഡാമേജ് സെൽസ്, മെയിൻറ്റെയിൻ ടിഷ്യൂ ബാലൻസ്. നമുക്ക് വേണ്ടാത്ത, അതായത് പ്രായം വന്ന് മരണസമയമായ സെല്ലുകളെ എലിമിനേറ്റ് ചെയ്യുകയും പുതിയ ടിഷ്യൂസിനെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പൊ ജനനം നമ്മൾ കേട്ടു, മരണം കേട്ടു. ഇനി അടുത്ത ഒരു പ്രോസസ് കൂടെ ഇത് കോമൺലി മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെ? ജീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് സെൽ കൺവേർട്ട് ജെനറ്റിക് ഇൻഫോർമേഷൻ ഇൻടു എ ഫങ്ഷണൽ പ്രോഡക്റ്റ് ലൈക്ക് പ്രോട്ടീൻ. അതായത് നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയെല്ലാം DNA എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റിനകത്ത് നിന്ന് RNA എന്ന് പറയുന്ന ഒരു കോപ്പിയിലൂടെ നമ്മുടെ പ്രോട്ടീനിലേക്ക് എത്തണം. അതിന് ഉള്ള ഒരു പ്രോസസ്സാണ് ഈ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. DNA, RNA, പ്രോട്ടീൻ, ഇതാണ് നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇത് റെസ്പോൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള എല്ലാ കാര്യത്തിനെയും, അതായത് നമ്മുടെ സ്വഭാവം, രൂപം, സംസാരം, പെരുമാറ്റം, എല്ലാ കാര്യങ്ങളെയും കൂടാതെ ഇന്റേണൽ ആയിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ ജീൻ എക്സ്പ്രഷനിലൂടെയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി 3 കാര്യങ്ങളാണ് ബേസിക്കലായിട്ട് നമ്മുടെ സെല്ല് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. സെല്ലിനുള്ളിൽ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ജനിച്ച ഉടനെ ഒരു സെല്ലായിട്ടാണ് നമ്മൾ. എന്തെങ്കിലും നമ്മൾ ആ ഒരു ടൈപ്പ് സെല്ലിൽ മാത്രം നിന്നാ മതിയോ? ഇല്ല, അല്ലെ? എന്നുവെച്ചാല് ഒരു എത്രയോ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അല്ലെ? മെയിൻ ആയിട്ട് ഹാർട്ട്, ബ്രെയിന്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലങ്സ്, ഇതിനെല്ലാം ഒരേ സെല്ലാണെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനത്തിന് വ്യത്യാസം കാണും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ലങ്സിന്റെ സെൽസ് ആണ് ശരീരം മുഴുവനും. ചുമ്മാ ഓക്സിജൻ കയറുക പോവുക ഇങ്ങനല്ലാതെ അപ്പൊ ശരീരത്തിന് എന്ത് ചെയ്യാൻ നോക്കും? ഒന്നും ചെയ്യില്ല. ഇനി ഹാർട്ടിന്റെ ആണെങ്കിലോ, അതിനകത്ത് മസിൽസിന്റെ സെൽസ് ആണ് നമ്മുടെ ശരീരം മുഴുവനെങ്കിലും ചുമ്മാ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. എന്താ? ഇടിക്കാനുള്ള രക്തം വേണ്ടേ? പുറന്തള്ളാന് സ്വീകരിക്കാനുള്ള രക്തം വേണ്ടേ? അതിന് സെല്ല് വേണ്ടേ? ആ ഒരു രക്തത്തിലേക്ക് ന്യൂട്രിയൻസിനെ കൊണ്ടുവരാൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സെല്ല് വേണ്ടേ? ഇനി പോട്ടെ, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാനുള്ള മസിൽസിന്റെ സെല്ല് വേണ്ടേ? ഇല്ലേ? അപ്പം നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ഭ്രൂണത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന സെൽസിന് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. സ്റ്റെം സെൽസ് ആൻഡ് പ്രോജനിറ്റർ സെൽസ് എന്നാണ് ഇതിനെ പറയുന്നത്.
സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് വിത്ത് ദ എബിലിറ്റി ടു ഡെവലപ്പ് ഇൻടു ഡിഫറൻഷിയേറ്റഡ് സെൽ ടൈപ്സ്. എന്താണ് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? Differentiate is the process by which a cell becomes specialized in structure and function to perform specific role in body. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ ആ ലെവലിലേക്ക് സ്പെസിഫൈ ചെയ്ത് നമ്മുടെ ഒരു സെല്ലിനെ സ്ട്രക്ചറും ഫങ്ഷണലായിട്ട് മാറ്റി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിഫറൻഷിയേഷൻ. അപ്പൊ ഈ ഒരു ഇതിനെ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. ഇതിനൊരു എബിലിറ്റി എന്ന് പറഞ്ഞാല് മസിൽ സെൽ ആവണോ ആ സെല്ലിലേക്ക് പോകാം, നമ്മുടെ കണ്ണിന്റെ സെൽസിന് ആ ഒരു സെൽസിലേക്ക് പോകാം, അതല്ല നമുക്ക് ബോൺ സെൽസ് ഉണ്ടാക്കാം, ബ്ലഡ് സെൽസ് ഉണ്ടാക്കാം. ഇങ്ങനെ ഞാൻ ഇതിന് പുറകെ പറയുന്നുണ്ട് അത് ഏതൊക്കെ സെൽസ് ആണെന്ന്. അപ്പൊ അങ്ങനെ അതിലേക്കൊക്കെ പോയി ഓരോ പ്രോപ്പർ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിർവഹിക്കാൻ എടുക്കുന്ന സെൽസ് ആണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഞാൻ പറഞ്ഞ കണക്കിന് ബ്ലഡ് സെൽസ് ഉണ്ട്. എന്തിനാണ് ബ്ലഡ് സെൽസ് വരുന്നത്? അത് ഫോം ചെയ്യുന്നത് സ്റ്റെം സെൽസ് ക്രൂഷ്യൽ ഒരു ഫംഗ്ഷൻ, അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ. ബ്ലഡ് സെൽസ് നമ്മൾ പറയാറുണ്ട് RBC, WBC, നമ്മുടെ മാഗ്നറ്റ് ഇതിനെ പുഷ് പുൾ ചെയ്യുമ്പോഴാണ് അതിന്റെ വിസ്കോസിറ്റി കുറയുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ബ്ലഡ് സെൽസ് അത് മെയിൻ ആയിട്ട് ഓക്സിജനെ അതുപോലെ ന്യൂട്രിയൻസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി WBC ഇമ്മ്യൂണിറ്റിയെ നിലനിർത്താൻ, അതായത് വെളിയിൽ നിന്നുള്ള പാത്തോജൻസിനെ ഡിഫെൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബ്ലഡ് സെൽസ്. ഇനി ഫാറ്റ് സെൽസോ? ഫാറ്റ് സെൽസിന്റെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് അഡിപ്പോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണെങ്കിൽ സ്റ്റോർ എനർജി, ഹെൽപ്പ് ടു ഇൻസുലേറ്റ് ദ ബോഡി. അതായത് ഈ ഫാറ്റിലാണ് നമ്മുടെ എനർജി ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യമുള്ളപ്പോഴത്തേക്ക് ഈ ഫാറ്റിനെ ബേൺ ചെയ്ത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്, അത് എനർജി. ഇനി വേറൊന്നോ, ഇതിന്റെ ഫാറ്റിന്റെ ഒരു കോട്ടിങ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരു എക്സസീവ് ഒരു തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു ഇൻസുലേഷൻ വയറിംഗ് പോലത്തെ ഈ ഒരു ഫാറ്റിന്റെ ഒരു കോട്ടിങ് ആണ്. അപ്പം അടുത്തത് പറഞ്ഞാല് എൻഡറോസൈറ്റ്സ്, അതായത് ഇൻഡസ്റ്റൈനിൽ കാണുന്ന സെൽസ് ആണ്. ഇത് റെസ്പോൺസിബിൾ ചെയ്യുന്നത് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ആയിരുന്നാലും എന്ത് തന്നെയാണെങ്കിലും അതിനെ അബ്സോർബ് ചെയ്യാനും നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള സെൽസ് ആണ് ഇൻഡസ്റ്റൈനൽ സെൽസ് ആണ് എൻഡറോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മസിൽ സെൽസ്, ഇതെന്തിനാണ് സഹായിക്കുന്നത്? എനേബിൾ മൂവ്മെന്റ് ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റിനെയും കൺട്രാക്ഷനെയും സഹായിക്കുന്നതാണ് മസിൽ സെൽസ്. ഇനി നെർവ് സെൽസോ? ന്യൂറോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ത്രൂ ഔട്ട് നെർവസ് സിസ്റ്റം. അതായത് നമ്മളുടെ ബ്രെയിനിൽ നിന്നും നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള സിഗ്നൽസിനെ അയക്കാനും ഇനി പുറമേയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന സിഗ്നൽസിനെ ബ്രെയിനിലെത്തി അതിനെ തിരിച്ചറിയാനും എല്ലാം സഹായിക്കുന്ന സെൽസ് ആണ് നെർവസ് സെൽസ്. ഓക്കെ, ഇനി സ്കിൻ സെൽസ്, പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനെ പുറത്തുള്ള പാത്തോജൻസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ സ്കിന്നാണ്. നമ്മൾ അത്രയ്ക്കൊന്നും ചിന്തിക്കത്തില്ല. നമ്മുടെ ഒരു സ്കിൻ എവിടെയെങ്കിലും ഒന്ന് കട്ടായാൽ അതിൽ കൂടെ അണുക്കളും പ്രവേശിക്കാനും അത് പിന്നെ ഊണ്ടായി മാറാനും ഒക്കെ പല ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്നും പിന്നെ തണുപ്പിൽ നിന്നും പുറത്തു നിന്ന് അപകടകാരികളായ രോഗാണുക്കളിൽ നിന്നും എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ സെൽസ് ആണ്. ഇനി ബോൺ സെൽസ്, ഇറ്റ് ഹെൽപ് ടു ഫോമിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്കെൽറ്റൽ സിസ്റ്റം. നമുക്കറിയാം ബോൺ സെൽസിനകത്താണ് RBC ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ബോൺ മാരോ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സ്റ്റെം സെൽസ്, അതായത് ബേസിക് സെൽസ് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റമായി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസിനെല്ലാം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഇനി ഞാൻ പറഞ്ഞ വേറൊരു കൂട്ടരൂടെ ഉണ്ട്, പ്രോജെനിറ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാല് ഈ അഡോളസൻസിന്റെ ഒരു രീതിയാണ്.
ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മത്തൊട്ട് എത്തിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ഫങ്ഷൻ. അതായത് മിഡിൽ മാനേജർ. എവർക്കും ഈ സെൽസിനും സ്പെസിഫിക് ഇതായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ സ്റ്റെം സെൽസിന്റെ അത്രയും മെയിൻ ആയിട്ടൊരു ഫങ്ഷൻ ഇവർക്കില്ല. വേണമെങ്കിലാകാം, ഇല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഒരു രീതി. അതായത് ലോ ലെവലിൽ മാത്രമേ ഇവരുടെ ഫങ്ഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനെ അത്രയും നമ്മൾ പ്രധാനമായിട്ട് കാണുന്നില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെൽസ്, സ്റ്റെം സെൽസ് ആൻഡ് പ്രോജനിറ്റൽ സെൽസ്, ഇതിന്റെ ഫങ്ഷൻസ്, ഇത് മാറി സ്പെസിഫിക് ആയിട്ട് മാറിക്കഴിഞ്ഞാലുള്ള നമ്മുടെ ഫങ്ഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കും. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സെൽസിന് കുറച്ച് ഡാമേജ് വരുന്നുണ്ട്. ചില ടൈപ്സ് ഡാമേജസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അധികം നമ്മൾ കേൾക്കാൻ ഇടയായിട്ടില്ല. ഇതെന്ന് പറഞ്ഞാല് ഇംബാലൻസ് ബിറ്റ്വീൻ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് ഇൻ ദ സെൽസ്. ഈ ഒരു ഇതിന്റെ ഒരു ബാലൻസിലുള്ള വ്യത്യാസം വരുമ്പോഴാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സെല്ലിനെ ഡാമേജ് ആക്കും. എന്താ വെച്ചാലും നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് വില്ലന്മാരാണ്. ഒറ്റയാന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റയാന്മാര് ഇണക്കുരുവികളായിട്ട് നടക്കുന്ന ആൾക്കാര് മറ്റുള്ളവർക്ക് യാതൊരു ശല്യം ചെയ്യത്തില്ല, കണ്ണിന് മനോഹരമായിരിക്കും. പക്ഷെ ഒറ്റയാന്മാരുടെ കാര്യം അതല്ല. അവരെ ശ്രദ്ധിക്കാനും അവരെ ഇതാക്കാനും വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക വരെ ചെയ്യും. ഒറ്റയാൻ ഇറങ്ങി എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് പേടിയാണ്. അതുപോലെയാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഒറ്റയാന്മാരാണ്. നമ്മുടെ സെല്ലിനകത്തെ പ്രവർത്തനം നടക്കുമ്പോൾ ഒരു പെയറായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരിൽ നിന്നും ഒരാൾ പോയി കഴിയുമ്പോൾ അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒറ്റയാൻ ഫ്രീ റാഡിക്കൽസ്. ഇത് സെൽസിന് ഡാമേജ്, പ്രത്യേകിച്ചും DNA-ക്ക് ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആന്റി ഓക്സിഡൻസ്, അത് നമ്മുടെ സെൽസിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, ന്യൂട്രലൈസ് ചെയ്യുക. അതായത് ഈ ആന്റി ഓക്സിഡൻസ് ചെന്ന് ഈ ഫ്രീ റാഡിക്കൽസുമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അവര് നല്ല ഒരു പ്രവർത്തനത്തിലേക്ക്, ഫംഗ്ഷനിലേക്ക് പോകും, സെൽ ഫംഗ്ഷനിലേക്ക് പോകും, അല്ലെ? അപ്പം ഈ രണ്ട് കാര്യങ്ങള് മൂലം ഉണ്ടാകുന്ന ഒരു സെല്ലിന്റെ ഡാമേജ് ആണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുള്ള ഡാമേജ്. ഇനി നെക്സ്റ്റ് വണ്ണും ഇൻഫ്ലമേഷൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ഇൻഫ്ലമേഷൻ. ബോഡി ആണെങ്കിൽ നമ്മുടെ ശരീരം നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന ഒരു റെസ്പോൺസ്, ഇഞ്ചുറിയോ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എതിർക്കാനും ഡിഫെൻസ് ചെയ്യാനും എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഫൈറ്റ് ചെയ്ത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി എടുക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഇൻഫ്ലമേഷൻ, അതിന്റെ ഇതായിട്ട് ചത്ത സെല്ലുകളും വെള്ളമൊക്കെ അടിഞ്ഞിട്ട് നീര്, അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലമേഷൻ പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ കൊണ്ടും സെൽസിന് ഡാമേജ് വരാം. പിന്നെയോ DNA മ്യൂട്ടേഷൻ, അതായത് എന്തെങ്കിലും എക്സ്റ്റേണലോ ഇന്റേണലോ ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ സെല്ലിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ DNA-ക്ക് മ്യൂട്ടേഷൻ വരാം. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സെൽസിന് ഡാമേജ് വരുമ്പോഴാണ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അറിയത്തില്ല, ക്യാൻസർ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആണ്. അത് മെച്യൂർ അല്ല, അൺമെച്യൂർ ആണ്, അൺകൺട്രോൾഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഉപകാരമില്ല, ഉപദ്രവമേ ഉള്ളൂ. അതൊക്കെ ഈ DNA മ്യൂട്ടേഷന്റെ ഫലമായിട്ട് വന്നുവിടുന്ന കാര്യങ്ങളാണ്. അതിന്റെ സാധാരണ പ്രവർത്തനത്തിന് ചേഞ്ച് വന്നാല് അത് അതിന് തോന്നിയ രീതിയിൽ പ്രവർത്തിച്ച് പണി തന്നോളൂ നമുക്ക്. അതുപോലെ പ്രോട്ടീൻ മിസ്ഹോൾഡിങ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കാരണമാകുന്ന ബേസിക് യൂണിറ്റ്. അപ്പൊ അതിന്റെ മിസ്ഹോൾഡിങ് വരുമ്പോഴും സെല്ല് ഡാമേജ് ആവും. ഇനി സെല്ല് ഡെത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോട്ടോസിസ്, അത് വരുമ്പോഴും സെല്ല് ഡാമേജ് ആവും. നെക്രോസിസ്, സെല്ലിന് ആവശ്യമായ കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അത് ഡെത്തായി പോകും, അതാണ് നെക്രോസിസ്. ഇനി മൈറ്റോകോൺഡ്രിയൽ ഫെയിലിയർ, പവർ ഹൗസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനർജി ഉണ്ടാകില്ല, അതിന്റെ ഫങ്ഷൻ നടക്കത്തില്ല, അത് ഡാമേജ് ആയി പോകും. അതുപോലെ മെംബ്രെയിൻ റപ്ചർ, ഇനി സെല്ലിന്റെ മെംബ്രെയിൻ എന്തെങ്കിലും റപ്ചർ ഉണ്ടായാൽ അതിനകത്തൂടെ ആവശ്യമില്ലാത്ത ആൾക്കാർ തള്ളിക്കയറുകയും ആ ഒരു സിസ്റ്റത്തിനെയും ആ ഒരു സെല്ലിനെ നശിപ്പിക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റ് വൺ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. അത് നമ്മുടെ കയ്യിലിരിപ്പാണ്. ഏറെക്കുറെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കാതെ വന്നാൽ, കെയർ ചെയ്യാതെ വന്നാൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി മൂലവും നമ്മുടെ സെൽസിന് ഡാമേജ് സംഭവിക്കും.
അപ്പൊ ഇപ്പൊ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി എന്താണ് സെല്ല്, എങ്ങനെയാണ്, അതിന് എന്തൊക്കെ പറ്റും, അതിന് എങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. ഓക്കെ, ഇനി നമ്മളുടെ ഫീൽഡിലേക്ക് വരാം, മാഗ്നറ്റിക് എഫക്ട്. ഈ മാഗ്നറ്റിക് എഫക്ട് എന്ന് പറഞ്ഞാൽ SMF, PMF എന്നീ രണ്ട് ടൈപ്പിലുണ്ട്. എന്താണ് SMF? സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്. PEMF അതായത് പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ട് തരത്തിലുള്ള ഒരു ഫീൽഡാണ്. ഇത് രണ്ടും തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നതാണ്. Static magnetic field is a magnetic field that does not change over time. It is produced by permanent magnets or DC currents. രണ്ടിന്റെയും എഫക്റ്റ് ഒന്ന് തന്നെയാണ്, എന്നാലും ഇതിനെ തമ്മിൽ വേർതിരിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട്, സ്ട്രെങ്ത് ആയിട്ട്, ഡയറക്റ്റഡ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന, ടിഷ്യൂവിനെ പെനിട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീൽഡാണ് SMF എന്ന് പറയുന്നത്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അയോൺ ചാനൽ, നമ്മുടെ ശരീരത്തിലെ അയൺ ചാനൽസിനെയും അതുപോലെ തന്നെ സിഗ്നലിംഗ് പാത്വേസ്, അതായത് സെല്ലുലാർ ഇൻട്രാക്ഷൻ, അതാണ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ശരീരം മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സിഗ്നൽസ് എപ്പോഴും അത് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ പാത്തിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ നമ്മുടെ ഈ മാഗ്നറ്റിന് കഴിയും. അപ്പൊ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അയൺ ചാനൽസ്, നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ അയൺ ചാനൽസ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അതാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രോട്ടീൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയൺ ചാനൽസ് ആണ്. അപ്പൊ ഈ അയൺ ചാനൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫങ്ഷൻ നടത്താൻ ഈ അതായത് സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡിന് കഴിയുന്നുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ സർക്കുലേഷനകത്ത് ഓക്സിജൻ ഡെലിവറിക്ക്, അത് അങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷനകത്ത് O2 ഓക്സിജൻ ഡെലിവറിക്കും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ MRI മെഷീൻസിലും മാഗ്നറ്റിക് തെറാപ്പിയിലുമാണ് ഈ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാല് പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. ഇതും സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ട്രീറ്റ്മെന്റ് ദാറ്റ് use electromagnetic pulse to stimulate healing, reduce pain, improve cellular function. Same as SMF തന്നെയാണ്. അപ്പം ഹീലിങ്ങിനും നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സെല്ലുലാർ ഫങ്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിയും സഹായിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണിത്? സ്റ്റിമുലേറ്റഡ് സെല്ലുലാർ റിപ്പയർ, സെല്ലിന്റെ റിപ്പയറിങ്ങിന് സഹായിക്കുന്നു. അതുപോലെ ഇംപ്രൂവ് ബ്ലഡ് ഫ്ലോയെ സഹായിക്കുന്നു. റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. ഇത് മൂന്നും നമ്മുടെ ശരീരത്തിൽ ഈ മാഗ്നറ്റിക് എഫക്റ്റ് മൂലം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ബൂസ്റ്റ് സെല്ലുലാർ എനർജി, പ്രൊമോട്ട് ഹീലിംഗ് ആൻഡ് റെഡ്യൂസ് പെയിൻ. ഇതുമൂലം നമ്മുടെ സെല്ലുലാർ എനർജി, നമ്മൾ പറയുന്നില്ലേ നമ്മുടെ ഇത് കെട്ടിയ ഉടനെ തന്നെ നമ്മുടെ സെല്ല് തന്നെ ഓർഡറിലാകുന്നു. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഡെമോ കൊടുക്കുന്നത് അല്ലെ. അപ്പം ഇതിന്റെ ആ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് SMF can inhibit the proliferation of cancer cells, and induce the apoptosis of cancer cells. അതായത് ആവശ്യമായിട്ട് ഉള്ള സെല്ലുകളെ, നമുക്ക് പ്രയോജനപ്രദമായ സെല്ലുകളെ എൻഹാൻസ് ചെയ്യാൻ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സഹായിക്കുമ്പോഴത്തേക്ക് സെയിം ടൈമില് നമുക്ക് ആവശ്യമില്ലാത്ത ക്യാൻസർ വരുന്ന ആ ഒരു സെല്ലുകളെ നശിപ്പിക്കാൻ, അതിന്റെ ഒരു ഡാമേജ് വന്ന് അതിനെ ഡെത്തിലേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ടും ഈ ഒരു മാഗ്നറ്റിക് പവർ നമുക്ക് യൂസ് ചെയ്യുന്നു. അത് SMF നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്യാൻസർ സെൽസിന്റെ അകത്താണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ലുക്കീമിയ, ബ്രസ്റ്റ് ക്യാൻസർ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇതിനകത്ത് പലരുടെയും ഒരു റിസൾട്ട് കേട്ടിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റാർട്ടഡ് ആയിരുന്ന സമയത്ത് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രോത്ത് ഇല്ലാണ്ടായി അല്ലെങ്കിൽ കുറവായ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ്. അപ്പൊ ഇതിനെയൊക്കെ ഇതാക്കാനും ഈ ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ
പൾസ് പൾസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ്സ്, അതായത് ബോൺ സെൽസിന്റെ പ്രോളിഫറേഷനായിട്ടാണ്. അതുപോലെ ഇറ്റ് ക്യാൻ റെഡ്യൂസ് അപ്പോട്ടോസിസ് ഇൻ ന്യൂറോണൽ സെൽസ്, അതായത് നെർവ് സെൽസ് ഷോവിങ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ്. നമ്മുടെ നെർവ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ ഇത് എൻഹാൻസ് ചെയ്യുന്നത് എൻഡോ റെക്ടിക്കുലർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആ സിഗ്നലിംഗ് ആ പ്രോസസ്സിനെ കൂടുതൽ സഹായിക്കുന്നതും ഈ ഒരു PMEF ആണ്. ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് നോർമൽ സെൽസ് അഗെയിൻസ്റ്റ് അപ്പോട്ടോസിസ്, അതായത് ഒരു നോർമൽ സെൽസിനെ അതിന്റെ ഡെത്തിൽ നിന്നും ഡാമേജിൽ നിന്നും നമുക്ക് മാറ്റി നിർത്തി അതിനെ ആക്റ്റീവായിട്ട് നിർത്താനും നമുക്ക് ഈ ഒരു സഹായിക്കുന്നു അല്ലെ. അപ്പൊ നമ്മള് ഇപ്പം നമുക്കറിയാം ബേസിക് ആയിട്ട് എങ്ങനെ നോക്കിയാലും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ തരത്തില് നമ്മളുടെ ഓരോ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആവശ്യമില്ലാത്ത സെൽസിനെ ഡെത്തിലേക്ക് അല്ലെങ്കിൽ ഡാമേജിലേക്ക് തള്ളി മാറ്റി നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ഏകദേശം ഒരു 11 സിസ്റ്റത്തോളം ഉണ്ട് അല്ലെ ശരീരത്തില്. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒന്ന് നമുക്ക് നെർവസ് സിസ്റ്റം, ഇതെന്താണ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. കൺട്രോളും കോർഡിനേഷൻ, നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ഇതില്ലെങ്കിൽ നമ്മളുടെ ചലനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും നടക്കത്തില്ല. നിങ്ങൾക്ക് അറിയാം അൾഷിമേഴ്സ് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ ആ ഒരു ഇതിലല്ല അവരുടെ നിയന്ത്രണം, കൈകളുടെയും കാലുകളുടെയും ചലനം. എന്തുകൊണ്ടാണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തകരാറ് മൂലമായിരിക്കും, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മൂലമായിരിക്കും അങ്ങനെ വരുന്നത്. അതുപോലെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. അത് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ബ്ലഡും ഓക്സിജനും ന്യൂട്രിയൻസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് അത് സഹായിക്കുന്നത് അല്ലെ. ഇനി അടുത്ത ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് സഹായിക്കുന്നത്? അത് ബ്രീത്തിങ് ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച്, നമ്മളെ ശ്വസിക്കാനും നമ്മുടെ ഓക്സിജനെ കൊള്ളാനും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്നും വേർതിരിച്ച് വരുന്ന അഴുക്കുകളെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പുറന്തള്ളാനും ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ന്യൂട്രിയൻസിനും അങ്ങനെയുള്ള കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് അതിനെ എനർജി ഇതാക്കാൻ പരുവത്തിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത്. ഇനി എൻഡോക്രൈൻ സിസ്റ്റം അടുത്തതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോർമോൺസ് ഫോർ റെഗുലേഷൻ ഓഫ് അവർ ബോഡി ഫങ്ഷൻസ്. ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിച്ച്, നമുക്കറിയാം നമ്മള് ഡയബറ്റിക്കിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ആൾക്കാരിൽ കൊടുക്കാറുണ്ടല്ലേ. അപ്പം അത് ഇൻസുലിൻ ഹോർമോണിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് സെയിം ആസ് ഇന്റഗ്മെന്ററി സിസ്റ്റം, അതെന്ന് പറഞ്ഞാൽ സ്കിന്ന് ഹെയർ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ യൂറിനറി സിസ്റ്റം റിമൂവ് വേസ്റ്റ് പ്രോഡക്ട്സ്, റെഗുലേറ്റ്സ് ഫ്ലൂയിഡ്. അതുപോലെ റീപ്രൊഡക്ടറി സിസ്റ്റം, അത് ഇൻവോൾവ് റീപ്രൊഡക്ഷൻ. ഇനി ലിംഫാറ്റിക് സിസ്റ്റം, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന് പുറമെ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതായത് ആ ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ വേസ്റ്റിനെയും പുറന്തള്ളുന്ന ഒരു സിസ്റ്റമിക് ഇതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പൊ ഈ ബയോമാഗ്നറ്റിന് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ എല്ലാം അഫക്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായി അല്ലെ. സോ നമുക്കിനി ധൈര്യമായിട്ട് ഒന്ന് എന്താ പറയാ ചിന്തിച്ച് തന്നെ നമുക്ക് കാര്യമായിട്ട് ഒരാളിനെ സമീപിക്കുമ്പം 100% കോൺഫിഡൻസോടുകൂടി തന്നെ പറയാം, സെൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിനാൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ സെല്ല് പ്രൊട്ടക്ട് ആയത് മൂലം നമ്മളുടെ ഓൾ ബോഡിയെ അത് ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു റൈറ്റ് പാത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് നമ്മുടെ ഈ ബയോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ബയോമാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുകയും നമ്മൾ അതിനകത്ത് ജെന്യൂനായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും അത് മറ്റുള്ളവരിൽ എത്തിക്കുകയും അവർക്ക് ഹെൽത്തും അതിലുപരി കമ്പനിയുടെ ഫലമായിട്ട് വെൽത്തും നൽകി ഓരോ കുടുംബത്തെയും ഹാപ്പി ആയിട്ട് നിലനിർത്താൻ നമ്മളെക്കാളും
വേറെ ആപ്റ്റായിട്ടുള്ള ഒരു യോദ്ധാക്കളും ഇന്ന് ഈ ഒരു വേൾഡിൽ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അതില് നമുക്ക് 100% അഭിമാനത്തോടെ കൂടി, കോൺഫിഡൻസോട് കൂടി നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ കൂടെ ഉള്ളവരെയും അതേപോലെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഈ ഇത്രയും സമയം, ഇപ്പൊ സമയം കൂടിയെന്ന് എനിക്കറിയാം, ഇത്രയും സമയം ഇത് കേൾക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സഹകരിച്ച എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും എന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു മഞ്ജുനില മാഡം. വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷനാണ് കൈകാര്യം ചെയ്തത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെൽസ്, അതുപോലെ തന്നെ മാഗ്നറ്റിസം. എന്താണ് സെൽസ് എന്നും ആ സെൽസിന്റെ ഫങ്ഷൻ എന്താണെന്നും ഈ 1 മണിക്കൂർ സമയം കൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വളരെ നാളുകൾ കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു വിഷയമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് മഞ്ജുനില മാഡം ശ്രമിച്ചത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അത് വളരെ വിജ്ഞാനപ്രദമായ ഒരു കാര്യം തന്നെയാണ്. സെൽസ് എന്താണ്, അതിന്റെ ഫങ്ഷൻ എന്താണ് എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കി തരുവാനായിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുത്ത മുഴുവൻ ലീഡർമാരുടെയും പേരിൽ മഞ്ജു മാഡത്തിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് തരികയാണ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഗ്രേറ്റ് ലീഡർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു സുപ്രഭാതം നേരുന്നു. നല്ല ഒരു ദിനം നല്ല വിജയകരമായി തീരുവാൻ എല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ലീഡേഴ്സ്.